ഹായ്. അങ്ങനെ WCC ചെയ്ത ഒരു മഹത് കാര്യം കൊണ്ട് അവസാനം കിട്ടേണ്ടവർക്ക് മുഴുക്ക നീതി കിട്ടുന്ന ഒരു സിനാരിയാണുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ കുറേയധികം വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഉർവശിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് കണ്ടത്. ഉർവശി ഇരുന്ന് തപ്പപ്പപ്പ അടിക്കുന്ന ഒരു ഇൻ്റർവ്യൂ. അതായത് തമിഴ്നാട്ടിൽ ഉള്ള മാധ്യമ പ്രവർത്തകർ വന്ന് അവരോട് ചോദ്യം ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ അപ്പടിയെല്ലാം ചൊല്ലക്കൂടാതെങ്കേ, അപ്പടി ഇല്ലെങ്കിൽ ഉല്ലിങ്കേ അങ്ങനെ പറഞ്ഞ് ഉരുണ്ട് മറിയുന്ന ഉർവശിയാണ് കണ്ടത്. വാസ്തവത്തിൽ അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ ഉണ്ട്, കൈയോടെ പൊക്കിയിട്ടുണ്ട്, അതാണ് ശരി. അല്ലാതെ നമ്മുടെ നാട്ടുകാർ തെറ്റ് ചെയ്താൽ തെറ്റല്ല എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഉർവശി അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും ഇല്ലേ, കൊഞ്ചം പേര് താ, ആമാ അത് താ, ഇത് താ. ഇപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ സേവ്ഡ് ഉള്ളൂ. ബാക്കി A to Z ആളുകളെല്ലാം വില്ലന്മാരാ. എല്ലാണത്തിൻ്റെ കയ്യിലും ഒരു വെടിക്കുള്ള പക്ഷി ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തരാമെന്നാണ്. വിശാലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നും പിന്നെ അമ്മ പോലുള്ള സംഘടന വേണമെന്നും ഒക്കെ ഉള്ള ഒരു തീരുമാനത്തിലൊക്കെയാണ് പുള്ളിക്കാരൻ എത്തിയിട്ടുള്ളത്. ആൻഡ് ദ സോ കാൾഡ് അവർക്ക് വേണ്ടിയിട്ടുള്ളവർ ചെരുപ്പ് കൊണ്ട് അട്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കന്ന് കേൾക്കാം. Slipper them. The minute you do that, he will fear. He will fear. He will have fear in his eyes. He will not even think of laying a finger on her. So that's what I would like to say. We are forming an association. We are going to make sure to make it very clear to everyone, one and all, not just the top actress or one and all the actresses. Please come and complain if there is any kind of advancement, dirty advancement, physical advancement. Please come and kindly come and inform us. We will take action. Because we had an incident where Amala Paul was having an issue. Amala Paul immediately she slippered him. She called me. She called Karthi. We put him. So ആ പറഞ്ഞതാണ് എനിക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം തന്നെയാണ് എനിക്ക് നേരത്തെ പറഞ്ഞ ഉർവശിയുടെ അടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. ഉർവശിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഉർവശി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അല്ല അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെയല്ലെങ്കിൽ. ഒന്നാമത്തെ കാര്യം, തൃഷയെ പറ്റി പബ്ലിക്കായിട്ട് മസ്താൻ വളരെ വൾഗറായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അവളെ കണ്ട റേപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെന്ന് പോലീസ് ഉടനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, അമല പോൾ അടി കൊടുത്തു. അമല പോളിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തതിന് അവരെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻസ് അവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മീഡിയാസോ ഒന്നും എടുത്ത് പറയാറില്ല. അവിടെയും ഇതുപോലത്തെ വൾഗാരിറ്റി നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ പണിഷ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അല്ലാണ്ട് മുകേഷിനെയൊക്കെ സംരക്ഷിക്കുന്നത് പോലെയൊന്നും ആരെയും സംരക്ഷിക്കാറില്ല. ഇവിടെ മുകേഷിനെയൊക്കെ പൊതിഞ്ഞ് പിടിച്ച് മുകേഷ് പ്രശ്നമില്ല, പിന്നെ ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് ഉണ്ടാക്കി കൊടുത്താൽ പോലും അയ്യോ പുള്ളി കുഴപ്പമില്ല, പുള്ളി MLA ആയിട്ട് തുടരട്ടെ എന്നാണ് പറയണം. നമ്മളുടെ നിസ്സഹായ അവസ്ഥയാണ്, പൊതുജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയാണ് അതിൽ കൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തമിഴ്നാട്ടുകാർ വിജിലൻ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു നടി, ഒരു പ്രമുഖ നടി, എനിക്ക് കറക്റ്റ് അവരുടെ പേര് അറിയത്തില്ല, പക്ഷേ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കന്നഡക്കാർ കുറച്ച് കുഴപ്പമില്ല, എനിക്ക് ഗൊത്തില്ല ആണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും, മറ്റുള്ളവർക്ക് വേറെ ഉണ്ടായിരിക്കാം. ഇതിനകത്ത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ വന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ മുൻപോട്ട് വന്ന് പേരുകൾ പറയുന്നതൊക്കെ കുറച്ച്, അതായത് ഷക്കീല, സോണിയ മൽഹാർ, ഇങ്ങനെ ഈ പേഴ്സണലി ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വൾഗറായിട്ടൊക്കെ അഭിനയിച്ച പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പം സോണിയ മൽഹാറിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഷക്കീലയൊക്കെ അങ്ങനെ തന്നെയാണ് 100%. അതേപോലെ സീരിയൽ രംഗത്തെ കാര്യം താര അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ഓപ്പണായിട്ടൊക്കെ കുറച്ച് ഒരു വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മേഖലയൊക്കെ പുള്ളിക്കാരത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ അവർ എക്സ്പോസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിനപ്പുറം സ്ട്രോങ് ആയിട്ടൊരു നടി ഇതുവരെയും മുൻപോട്ട് വന്നിട്ടില്ല. അപ്പം അതൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. എന്നാലും പൊതുവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ
ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു. മിക്കവാറും സിനിമകളുടെ തീം തന്നെ ഇതായിരുന്നു. ഹിന്ദിയിലൊരു സിനിമ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാഷൻ എന്നോ മറ്റോ ആയിരുന്നു എൻ്റെ സിനിമയുടെ പേര്. അതിങ്ങനെ തന്നെയായിരുന്നു. കാസ്റ്റിംഗ് കൗച്ച് തന്നെയായിരുന്നു അതിൻ്റെ മാറ്റർ തന്നെ. അപ്പം അതേപോലെ എല്ലാ ഇതിനകത്തും എല്ലാ സിനിമാ മേഖലകളായിരുന്നാലും ഏതുതരം മേഖലകളും എല്ലായിടത്തും ഇതുപോലെ സെക്ഷൽ അബ്യൂസ് ഉണ്ട് തന്നെയാണ്. പക്ഷെ ആരും ഇത് തുറന്നു പറയാൻ തയ്യാറല്ല. തുറന്നു പറഞ്ഞ് തയ്യാറായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിബറലായി ഏതെങ്കിലും ഒരു പെണ്ണ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് നേരിടുന്നത് ഒറ്റപ്പെടുത്തലുകൾ മാത്രമല്ല, എനിക്ക് തരാത്തത് നീ കൊണ്ടു നടന്നാൽ നീ പിന്നെ വേറെ ആർക്കും കൊടുക്കാനുള്ള ഇത് ഞാൻ ഉണ്ടാക്കില്ല, അങ്ങനൊരു ടേമും കൂടെയുണ്ട്. അങ്ങനെയും കൂടെയുണ്ട്. അസാധ്യ ശല്യമാണ്. പിന്തുടർന്ന് ആക്രമിക്കുക എന്നുള്ളത് ഇവരുടെ രീതിയാണ്. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത്. പിന്നെ അവൾ ഗതികെട്ട് എൻ്റെ അടുത്ത് വരണം. ആ ഒരു ടൈമിൽ പിറകെ നടന്ന് ആക്രമിക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് പലരും ഇത് സഹിക്കാൻ തയ്യാറാവുന്ന ഒരു സിനാരിയോ ഉള്ളത്. പിന്നെ റീസെൻ്റ്ലി ഒരു പയ്യൻ്റെ കേസ് പറയുന്നുണ്ട്. അത് എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നു. അതെനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല പല ട്രാൻസ് വിഭാഗക്കാരും അവർക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് ഒന്നിരുന്ന് പറയുന്നുണ്ട്. ഓറൽ സെക്സ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഷ്ടമില്ലാതെ അത് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോഴൊന്നും മീഡിയക്കാർ ഇത്രയും എടുത്തു ഭയങ്കരമായിട്ടൊന്നും അതിന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ഏട്ടനെയൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവർക്കിത് ആഘോഷ രാവുകളാണ്, അല്ലെങ്കിൽ ആഘോഷ ദിനങ്ങളാണ്. ആകെ മൊത്തത്തിൽ എല്ലാം കൂടെ തകർത്ത് വാരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊരു തീരുമാനം തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് വന്നത് വളരെ സന്തോഷം തോന്നുന്നു. ഒരു പെൺകുട്ടിയുടെ തീരുമാനം, അതിനോട് അനുബന്ധിച്ച് കൂടെ നിന്ന് 10 പെണ്ണുങ്ങളെ കൊണ്ട് ഇത്രയധികം സാധിക്കുമെങ്കിൽ എന്താണ് സ്ത്രീ ശാക്തീകരണമെന്നും സ്ത്രീകളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്. പിന്നെ അതിൻ്റെ കൂടെ രേവതിയെ പറ്റി ഒരു മോശമായ അഭിപ്രായം ഞാൻ കേട്ടിരുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ രേവതിക്കൊപ്പമാണ് ഈ ഒരു വിഷയത്തിൽ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പോൾ ഈ എങ്ങനെയെങ്കിലും WCCയിലുള്ള ഒരാളെയെങ്കിലും ഇങ്ങനെ ഒരു അലിഗേഷനിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നൊരു ടേമാണ് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് ആ പയ്യനിക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ല. കാരണം അവൻ പറയുന്നത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ല, വീഡിയോ കോളല്ലായിരുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് ആ പയ്യൻ പറയുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ അത് വിശ്വാസയോഗ്യമായ ഒരു സാധനമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല. പിന്നെ അത്രയും ദാരിദ്ര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. അപ്പം ഈ ഒരു വിഷയത്തിന് ഞാൻ രേവതിക്കൊപ്പം തന്നെയാണ്. ബാക്കി ഏകദേശമൊക്കെ എല്ലാവരും പരാതികളൊക്കെ കൊടുത്ത സ്ഥിതിക്ക് അന്വേഷണങ്ങൾ നടക്കട്ടെ. ഭീകരമായ വെളിപ്പെടുത്തലുകൾ, അതിഭീകരമായ പിന്നെ മുഖം മൂടി അഴിഞ്ഞു വീഴലുകൾ, അതായത് ഇത്രയും ക്രൂവൽറ്റി ഉള്ള മനുഷ്യരായിരുന്നു നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന, വളരെ ഭയങ്കര സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ സംസാരിക്കുന്ന എന്തൊക്കെയായിരുന്നു. എല്ലാവരും കൂട്ടത്തോടെ ഒരു മൂലയിൽ കുത്തിയിരിക്കുന്ന പരുവത്തിലേക്ക് എത്തിച്ചു കൊടുത്തില്ലേ. ഇവരുടെ മേൽക്കോയ്മ കൊണ്ടുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുള്ളത്. അതായത് ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തെ അതിനകത്ത് ഈക്വൽ പങ്കാളിത്തം മറ്റുള്ളവർക്കും കൂടെ അവർ കൺസിഡർ ചെയ്യാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു വിഷമഘട്ടം അവർക്ക് നേരിടേണ്ടി വന്നത്. സോ ഇത് എല്ലാം പ്ലാനഡ് അല്ല. ആക്ച്വലി ഇത് ഗ്രാജ്വലി ആയതാണ്. ഒരു പെൺകുട്ടിയെ അടിച്ചൊതുക്കാൻ ശ്രമിച്ച ശ്രമത്തിൽ നിന്നുകൊണ്ട് ബാക്കി കൂട്ടത്തോടെ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ടാണ്.